ഇവിടെ തിരുവനന്തപുരം ഈഞ്ചക്കൽ ജംഗ്ഷൻ എന്നൊക്കെ വളരെയേറെ അടുത്താണ് നമുക്ക് ഈ കാണുന്ന പ്രോപ്പർട്ടികൾ. ടോട്ടലായിട്ട് ഒരു 6 സെന്റിൽ 4500 സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് നിലകളിലായിട്ടുള്ള, അതായത് 3 അപ്പാർട്ട്മെന്റ് പോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം, ഒന്നിച്ച് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പരുത്തിക്കുഴി ജംഗ്ഷൻ തൊട്ടടുത്താണ്. NH-നോട് ഈ ഒരു പ്രോപ്പർട്ടി കഴിഞ്ഞ അപ്പുറത്തെ വശത്തെ NH ആണ്, മെയിൻ റോഡ്. അതായത് NH-നോട് ചേർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടി. പക്ഷെ നമുക്ക് ആ വണ്ടികൾ പോകുന്നതിന്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്രയും നല്ല വീതിയുള്ള വഴി, വലിയ വഴിയാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ നമ്മുടെ പരുത്തിക്കുഴി ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇടത്തോട്ട് റോഡ് കാണാം. ആ റോഡ് ഇങ്ങനെ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ലെഫ്റ്റ് അതാ ഈ കാണുന്നത് പോലെ നല്ല വീതിയുള്ള റോഡ് വഴി പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്നതാണ്. ഇത് നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്, അതായത് ഡയറക്റ്റ് ഓണർ സെയിലാണ്. ഇതിൽ വേറെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, നേരിട്ട് അവരുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. ഈ പ്രോപ്പർട്ടി എടുക്കുന്നവർക്ക് ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്റ്റൽ സംവിധാനമോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം. കാരണം ഇത് തമ്മിൽ വേണമെങ്കിലും കണക്ട് ചെയ്തെടുക്കാം. അകത്തൂടെ സ്റ്റെയർ ഉണ്ട്, പുറത്തൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുമിച്ചാണോ കൊടുക്കുന്നത്? ഇതിപ്പോ ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അതല്ല അപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും അങ്ങനെ ആ രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിലും അങ്ങനെ വാങ്ങിക്കാം. ആ കാര്യം നേരിട്ട് ഇതിന്റെ ഉടമയായിട്ട് സംസാരിക്കാം. നമുക്കിത് മൊത്തത്തിലുള്ള വില വീഡിയോയിൽ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇതുപോലെ ഇങ്ങനെ റോഡ് കയറി വന്ന് നമുക്കിത് 6 സെന്റ് സ്ഥലമുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ ഈ മതിലൊന്നും ഇടിച്ചിട്ട് ഇപ്പൊ ഒരു വലിയ നീക്കുകയറ്റൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ കാർ പാർക്കിംഗ് കൂടുതൽ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ തന്നെ കവേർഡ് കാർ പാർക്കിംഗ് ഉണ്ട്. അത് പോയിട്ട് ഈ ഭാഗത്തേക്ക് നമുക്ക് ഇതെങ്ങും മുറിച്ചു കഴിഞ്ഞാൽ 2-3 വണ്ടികളിലൂടെ കയറ്റി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടും. പിന്നെ ഇതുവഴി നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ അതായത് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എൻട്രൻസ്, പിന്നെ സൈഡ് മേളത്തേക്ക് വേണ്ടിയിട്ട് പുറത്തുകൂടെ നമുക്ക് സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ഇത് 3 പാർട്ടിക്കായിട്ട് നിലവിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കും. വീടിനകം ആദ്യം നമുക്ക് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെയിം ലേ ഔട്ട് ആണ്. ഇത് ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ്. അതുപോലെ തന്നെ ഫുള്ള് പുഴമണലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് കൺസ്ട്രക്ഷൻ ആണ്. നമുക്ക് ഇതിനെ ഒന്ന് ചെറിയ രീതിയിൽ റെനോവേറ്റ് ചെയ്ത സ്വന്തം ആവശ്യത്തിനോ അല്ലെങ്കിൽ വാടകയ്ക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഇതൊരു കോമൺ സ്പേസ്. ഇവിടെ നമുക്ക് ബെഡ്റൂംസ് കാണാൻ സാധിക്കും. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇതേപോലെ തന്നെ ആ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം ഉണ്ട്. 2 റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസ് ആണ്. നോക്കിയേ, ഇതിപ്പോ നിലവിൽ ഇതിനകത്ത് വാടകക്കാരുണ്ട് കേട്ടോ. അതാണ് നോക്കി സാധനങ്ങളൊക്കെ ഇങ്ങനെ വാരിയിട്ടിരിക്കുന്നത്. മുകളിലും വാടകക്കാരുണ്ടോ? മേളിലും ഉണ്ട്, അതായത് ഫസ്റ്റ് ഫ്ലോറിലും ഉണ്ട്, സെക്കൻഡ് ഫ്ലോറിലും നിലവിൽ വാടകക്കാരുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ കാണാം. ഇത് നമ്മുടെ ബാക്ക് യാർഡാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതുപോലൊരു ടോയ്ലറ്റ് സൗകര്യവും പുറത്ത് അടുപ്പും അങ്ങനെയുള്ള സംവിധാനം എല്ലാം ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ 6 സെന്റ് സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുവട്ടത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലം കിട്ടും. ഒരു കിച്ചൺ ഗാർഡൻ ചെയ്യാനുള്ള സ്പേസും ഉണ്ട് കേട്ടോ. അതെ. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം, അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ്. ഇവിടെ നിലവിൽ നമുക്ക് ഇതിനകത്തൂടെയും ഈ സ്റ്റേഴ്സ് സെക്കൻഡ് ഫ്ലോർ വരേക്കും പോകും. അപ്പോ ഇതിപ്പോ ഒരു വാടക കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇതുപോലെ താൽക്കാലികമായിട്ട് ഒരു പാർട്ടീഷൻ ചെയ്തേക്കുവാണ്. ഇഫ് ഇൻ കേസ് ഇതിപ്പോ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ സെപ്പറേറ്റ് ആയിട്ട് വെക്കുവാണ്, ഗ്രൗണ്ട് ഫ്ലോർ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ അവർ ക്ലോസ് ചെയ്ത് തരും. ക്ലോസ് ചെയ്ത് ഈ സ്റ്റെയർ ഒക്കെ റിമൂവ് ചെയ്ത് ആ രീതിയിലാക്കി കൊടുക്കും. പക്ഷെ ഇത് മൊത്തത്തിൽ എടുക്കുന്നതാണ് നിങ്ങൾക്ക് ലാഭം കേട്ടോ. മൊത്തത്തിൽ ഒരു പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒരു ഹോസ്റ്റൽ സംവിധാനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കാരണം എയർപോർട്ടിലുള്ള സ്റ്റാഫ് അങ്ങനെയുള്ളവർക്ക് വാടക കൊടുക്കാം. പെർ ഹെഡ് എങ്ങനെയായാലും ഒരു 10,000 രൂപ വെച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നോക്ക് എങ്ങനെയാ വെച്ചാൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 8 റൂമുണ്ട്. 8 റൂം ഈ ഹാൾ സ്പേസ് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 10-30 പേരെ ഇതിനകത്ത് നിർത്താൻ സാധിക്കും. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോഴത്തേക്കും താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ കിച്ചൺ അതുപോലെ ഉണ്ട്. പക്ഷെ ബെഡ്റൂംസ് വന്നിട്ട് 3 എണ്ണം ഉണ്ട്. 1, 2 ഈ ഭാഗത്തായിട്ട് 3. 2 ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങനെ ഒരു കോമൺ സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് പിൻവശത്തേക്ക് ഒരു ഓപ്പൺ ടെറസ്, അതുപോലെ മുൻവശത്തേക്ക് അത്യാവശ്യം നല്ല വലിയൊരു ബാൽക്കണി സ്പേസ് ഉണ്ട്. ഇവിടെ നോക്കിയ ഹൈവേ കാണാം. ഹൈവേ ഇവിടെ തൊട്ടടുത്താണ്. അതായത് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ നിന്ന് ഒരു 10-20 മീറ്ററേ ഉള്ളൂ ഹൈവേക്ക്. ആ രീതിയിൽ ഹൈവേയോട് ഭയങ്കര ഹൈവേയുടെ വിസിനിറ്റിയിൽ തൊട്ടടുത്തായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി. ഇനി ഇതേ കണക്ക് തന്നെ നമുക്ക് മേളത്തെ നിലയ്ക്ക് കയറുമ്പോഴും അവിടെ ഒരു 3 ബെഡ്റൂം ഉണ്ട്, സ്പേസ് ഉണ്ട്. അതിന്റെ എൻട്രി വരുമ്പോഴത്തേക്ക് ഈ സ്റ്റെയർ ഇങ്ങനെ ബാക്കിലോട്ട് നിന്ന് നമുക്ക് അതുവഴി പുറത്തൂടെയും സ്റ്റെയർ ഇട്ടിട്ടുണ്ട്. വീട്ടിനകത്തൂടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലെ ഈ കാണുന്ന സ്റ്റെയർ അങ്ങനെ ഉപയോഗിക്കാം. മനസ്സിലായി. അപ്പൊ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിന്റെ ഉടമയെ വിളിക്കാം. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു
സംഭവമാണ്. നമുക്ക് എയർപോർട്ട് ബേസ് ചെയ്തിട്ടൊക്കെ ഇപ്പൊ കുറച്ച് പിള്ളേർ സ്പേസ് എയർപോർട്ടിനൊക്കെ തൊട്ടടുത്താണ്. പിന്നെ അത് പോയിട്ട് വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈഞ്ചക്കൽ കഴിഞ്ഞ് വിഴിഞ്ഞ ഇങ്ങോട്ടായതുകൊണ്ട് ഇങ്ങോട്ടേക്കാണ് ഡെവലപ്മെന്റ്സ് എല്ലാം നടക്കുന്നത്. ഇപ്പൊ പുതിയ പുതിയ ലക്ഷറി കാറുകളുടെ ഷോറൂം ആയാലും എല്ലാം ഈ ഒരു സൈഡിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയുള്ള ലൊക്കേഷൻ, ഉദ്ദേശിക്കുന്ന വില 1,60,00,000 രൂപയാണ്. ഈ പ്രോപ്പർട്ടി മുന്നേറിക്കാൻ നമ്മൾ പരസ്യം ചെയ്ത് ശരിക്കും പറഞ്ഞാൽ സെയിലായതാണ്. അപ്പൊ അവർക്ക് സിവിൽ സ്കോർ കറക്റ്റ് ആകാത്തതുകൊണ്ട് ആ പ്രോപ്പർട്ടി അന്ന് ആ കച്ചവടം അങ്ങനെ തെറ്റിപ്പോയതാണ്. അപ്പൊ അന്ന് മിസ്സായവരാരെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് ഇതിന്റെ ഉടമയെ വിളിക്കുക. 1,60,00,000 രൂപയാണ് ഈ പ്രോപ്പർട്ടി പ്രൈസ് വരുന്നത്.